ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ പുത്രദ ഏകാദശി സംബന്ധിച്ച 2 വീഡിയോയാണ് ഇട്ടത്. ഒന്ന്, ഏകാദശി എങ്ങനെ എടുക്കണം, ആഹാരക്രമം ഇത്തവണ എങ്ങനെയാണ്, ചില വ്യത്യാസങ്ങളുണ്ട്, ആ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ രീതിയിൽ നിങ്ങൾ ആഹാരം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിന് പറ്റാത്തവർ നമ്മൾ സാധാരണ പറയുന്നത് പോലെ അരിഭക്ഷണം ഒഴികെയുള്ള മറ്റ് എന്ത് ധാന്യങ്ങളായാലും കഴിക്കാം. ഞാൻ പറഞ്ഞ രീതിയിൽ വ്രതം എടുക്കാൻ സാധിക്കാത്തവരുടെ കാര്യമാണ് പറഞ്ഞത്. അവർ റാഗിയോ അതല്ലെങ്കിൽ സൂചി ഗോതമ്പോ അങ്ങനെ എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് കഴിക്കുക. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ എടുക്കുന്നതാണ് ഇത്തവണത്തെ ഏകാദശിക്ക് ഏറ്റവും നല്ലത്. അതായത് ഉച്ചയ്ക്ക് ഒരു പുഴുക്ക് വെച്ച് കഴിച്ചുകൊണ്ട് രാവിലെ പഴവർഗ്ഗങ്ങളും വൈകുന്നേരം പഴവർഗ്ഗങ്ങളോ അതല്ലെങ്കിൽ നമ്മുടെ മധുരക്കിഴങ്ങ് പുഴുങ്ങിയതോ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. അതല്ലാത്തവർ ഉപവസിക്കുകയാണെങ്കിൽ ഉപവസിക്കാൻ കഴിയുന്നവർക്ക് ഉപവസിക്കാം. അത് വളരെ വളരെ നല്ലതാണ്. ഉപവസിക്കാൻ പറ്റുന്നവർ ഏകാദശി ദിവസവും അതിൻ്റെ പിറ്റേ ദിവസമുള്ള മഹാദ്വാദശി ദിവസവും നിങ്ങൾക്ക് കരിക്കും വെള്ളം കുടിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇരിക്കാം. അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. കരിക്കും വെള്ളം പ്രത്യേകിച്ച് ഈ പുത്രദ ഏകാദശി ആയതുകൊണ്ട് വളരെ നല്ലതാണ്. അതുപോലെ മഹാദ്വാദശി ദിവസവും നിങ്ങൾ അതേ വ്രതത്തിൽ തന്നെ ഇരിക്കണം. അത് വളരെ നിർബന്ധമാണ്. കാരണം ഇത്തവണത്തെ ഏകാദശി ഞാൻ മുമ്പ് ഇട്ടിരുന്ന 2 വീഡിയോകളും ആ തുളസി പറിക്കുന്ന വീഡിയോയിലൊക്കെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പുണ്ടായിരുന്ന ഏകാദശികൾ പോലെയല്ല മഹാദ്വാദശി എൻ്റെ പൂർണ്ണമായ പിറ്റേ ദിവസം പകൽ മുഴുവൻ മഹാദ്വാദശി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പിറ്റേ ദിവസം അതായത് തിങ്കളാഴ്ച ദിവസവും പൂർണ്ണമായ വ്രതത്തിൽ തന്നെ നമ്മൾ ഇരിക്കണം. അത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് പിന്നെ അന്നത്തെ വേറൊരു പ്രത്യേകത നമുക്കറിയാമല്ലേ, നമ്മുടെ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയാണ്. അപ്പോൾ പ്രതിഷ്ഠാ ദിവസവും തീർച്ചയായിട്ടും നമ്മൾ ആ വ്രതം നോക്കി നമ്മളുടെ പ്രാർത്ഥനയിലിരിക്കണം. കാരണം നമ്മുടെ ഇന്ത്യ മുഴുവൻ ഒരുപാട് സ്ഥലങ്ങളിൽ പൂജകളും മന്ത്രജപങ്ങളും പ്രാർത്ഥനകളും ഒക്കെ നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് ആ 2 ദിവസവും നിങ്ങൾ വ്രതത്തിൽ തന്നെ ഇരിക്കുക. സാധാരണ നമ്മൾ ഏകാദശി എടുക്കുമ്പം ഏകാദശി തിഥി രാവിലെയൊക്കെ അങ്ങ് തീരും. പിന്നീടുള്ള ദിവസം മഹാദ്വാദശിയാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ചേർന്ന് വരുന്ന ഒറ്റ ദിവസമാണ് നമ്മൾ ഏകാദശിയായിട്ട് എടുക്കുന്നത്. ഇത്തവണ രാത്രി 7:30 ശേഷമാണ്, അതായത് 7:26 ശേഷമാണ് മഹാദ്വാദശി വരുന്നത്. അപ്പോൾ രാത്രി 12 മണിക്ക് മുമ്പ് മഹാദ്വാദശി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ 21-ാം തീയതി ഏകാദശിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ 2 ഏകാദശിയും മഹാദ്വാദശിയും വരുന്നുണ്ട്. പക്ഷേ രാത്രിയിലാണ്, സന്ധ്യയ്ക്ക് ശേഷമാണ് മഹാദ്വാദശി വരുന്നത്. അതുകൊണ്ട് 22-ാം തീയതി തീർച്ചയായിട്ടും മഹാദ്വാദശി പകലെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ 2 ദിവസവും എടുക്കുക. നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി കാണാത്തവർ, ഇതിനു മുമ്പ് കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടിട്ട് അതനുസരിച്ചിട്ടുള്ള ഭക്ഷണക്രമം ശീലിക്കുക. അത് വളരെ നിർബന്ധമാണ്. ധാന്യങ്ങളെല്ലാം ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതല്ലെങ്കിൽ നമുക്ക് ഉപവസിക്കാം. എങ്ങനെയാണ് അവരവരുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാം. അസുഖങ്ങളൊന്നും വരുത്തി വെക്കരുത്. നമ്മുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യുക. ഇനി ഏകാദശി തുടങ്ങുന്നത് ജാനുവരി 20-ാം തീയതി രാത്രി 7:26 മുതൽ ജാനുവരി 20-ാം തീയതി രാത്രി 7:26 മുതൽ ജാനുവരി 21-ാം തീയതി രാത്രി 7:26 വരെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ ദശമി പൂർണ്ണമായിട്ടും സന്ധ്യ വരെയുണ്ട്, വൈകുന്നേരം വരെയുണ്ട്. സന്ധ്യയ്ക്ക് ശേഷം തുളസിയില പറിക്കരുത്. അപ്പോൾ 20-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് തുളസിയിലകൾ പറിച്ച് പിറ്റേ ദിവസത്തേക്കുള്ളത് മാറ്റി വെക്കാം. 21-ഉം 22-ഉം തുളസിയിലകൾ നുള്ളരുത്. 21-ാം തീയതി ഒരു കാരണവശാലും തുളസി ചെടിക്ക് ജലം ഒഴിക്കാൻ പാടില്ല. 20-ാം തീയതി വൈകുന്നേരം, അതായത് ഒരു 7 മണിക്ക് മുമ്പായിട്ട് അല്ലെങ്കിൽ സന്ധ്യയ്ക്ക് മുമ്പായിട്ട് നിങ്ങൾ ധാരാളം ജലമൊക്കെ തുളസി ചെടിക്ക് ഒഴിച്ച് പ്രാർത്ഥിക്കണം. പിറ്റേ ദിവസം 21-ാം തീയതി യാതൊരു കാരണവശാലും തുളസി ചെടിക്ക് ജലം ഒഴിക്കേണ്ട. അതുപോലെ 22-ാം തീയതി പാരണ, നിങ്ങൾ എപ്പോഴാണോ പാരണ വീടേണ്ടുന്ന സമയമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ആ പാരണ വീടുന്ന സമയത്ത് ദേവിയുടെ പാരണയും വീടണം. ഇതാണ് ചെയ്യേണ്ടത്. ഇനി ഏകാദശി തിഥി ആരംഭിക്കുന്നത് കേരളത്തിൽ ജാനുവരി 20-ാം തീയതി രാത്രി 7:26 മുതൽ 21-ാം തീയതി രാത്രി 7:26 വരെയാണ്. ഇനി പാരണ സമയമാണ് പറയുന്നത്, എഴുതിയെടുത്തോളൂ. കേരളത്തിൽ 22-ാം തീയതി, അതായത് തിങ്കളാഴ്ച, എല്ലാ ഇനി ഇങ്ങോട്ട് പറയുന്ന എല്ലാ സ്ഥലങ്ങളിലും 22-ാം തീയതി തന്നെയാണ് പാരണ വീടേണ്ടത്. 21-ാം തീയതിയാണ് ഇത്തവണ എല്ലാ സ്ഥലങ്ങളിലും ഏകാദശിയായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 22-ാം തീയതി കേരളത്തിൽ രാവിലെ 6:42 മുതൽ 9:03 വരെയാണ്. കേരളം 6:42 മുതൽ 9:03 വരെ 22-ാം തീയതി രാവിലെ. ഇനി ഡൽഹിയിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. 7:14 മുതൽ 9:21 വരെ. ഡൽഹി 7:14 മുതൽ 9:21 വരെ.
മുംബൈയിൽ 7:15 മുതൽ 9:29 വരെ. മുംബൈയിൽ 7:15 മുതൽ 9:29 വരെ. ഇനി നമുക്ക് ഗൾഫ് രാജ്യങ്ങളിലേക്ക് പോകാം. ദോഹ, ഖത്തർ. ദോഹയിൽ അല്ലെങ്കിൽ ഖത്തറിൽ 6:20 മുതൽ 8:30 വരെ. 6:20 മുതൽ 8:30 വരെ എല്ലാം രാവിലെയാണ്. കുവൈറ്റ് 6:42 മുതൽ 8:49 വരെ. കുവൈറ്റ് 6:42 മുതൽ 8:49 വരെ. അബുദാബി 7:08 മുതൽ 9:18 വരെ. അബുദാബി 7:08 മുതൽ 9:18 വരെ. 22-ാം തീയതി രാവിലെയാണ് പറയുന്നത്. ദുബായ് 7:06 മുതൽ 9:16 വരെ. ദുബായ് 7:06 മുതൽ 9:16 വരെ. ഇനി സൗദി അറേബ്യ 6:39 മുതൽ 8:49 വരെ. 6:39 മുതൽ 8:49 വരെയാണ് സൗദി അറേബ്യയിൽ. ബഹ്റിൻ 6:26 മുതൽ 8:35 വരെ. ബഹ്റിനിലെ സമയം 6:26 മുതൽ 8:35 വരെ. ഇനി ഒമാൻ 6:50 മുതൽ 9:01 വരെ. 6:50 മുതൽ 9:01 വരെയാണ് ഒമാനിൽ. ഇനി നമുക്ക് അമേരിക്കയിലേക്ക് പോകാം. അമേരിക്കയിൽ രാവിലെ 22-ാം തീയതി രാവിലെ 7:19 മുതൽ 9:18 വരെ. അമേരിക്കയിൽ 7:19 മുതൽ 9:18 വരെ. ഇനി ഓസ്ട്രേലിയയിൽ 7:03 മുതൽ 9:01 വരെ. ഓസ്ട്രേലിയയിൽ 7:03 മുതൽ 9:01 വരെ. ഇനി യു കെ 7:53 മുതൽ 9:37 വരെ. 7:53 മുതൽ 9:37 വരെ. ഇനി സിംഗപ്പൂരിലെ സമയം 7:14 മുതൽ 9:39 വരെ. 7:14 മുതൽ 9:39 വരെ. സാംബിയ ചോദിച്ചിരുന്നു. സാംബിയയിലെ സമയം രാവിലെ 5:52 മുതൽ 8:26 വരെ. 5:52 മുതൽ 8:26 വരെ. ഇനി മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ പാരണാസമയം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ അതിന് മറുപടി പറയാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ നോക്കി വെക്കേണ്ടത്. അതായത് 22-ാം തീയതി ഞാൻ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ പാരണ വീഴണം. അത് വളരെ നിർബന്ധമാണ്. അതിന് മുമ്പോ അതിന് ശേഷമോ പാരണ വീഴാൻ പാടില്ല. ആ സമയത്ത് തന്നെ പാരണ വീഴണം, അല്ലെങ്കിൽ മഹാദോഷമാണെന്നാണ് പറയുന്നത്. പാരണ വീടിയതിന് ശേഷം ഇനി നിങ്ങൾ ഉപവസിച്ചിട്ടാണ് ഏകാദശി എടുക്കുന്നത്, അതായത് ജലം പോലും ഭക്ഷിക്കുന്നില്ല, അങ്ങനെയാണ് നിങ്ങൾ ഏകാദശി എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ സമയത്ത്, ഞാൻ പറഞ്ഞ സമയത്ത് പാരണ വീടുക. അപ്പോൾ നിങ്ങളുടെ ഏകാദശി വ്രതം അവിടെ അവസാനിക്കുന്നു. പിറ്റേ ദിവസം മഹാദ്വാദശി ദിവസവും നിങ്ങൾ ഉപവസിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മഹാദ്വാദശി ദിവസം ഈ പാരണ വീടി ജലം കഴിച്ച്, അല്ലെങ്കിൽ തീർത്ഥം കുടിച്ച്, തുളസി തീർത്ഥം കുടിച്ചോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം കുടിച്ചോ, അത് അവസാനിപ്പിച്ചതിന് ശേഷം വീണ്ടും ഒന്നേന്ന് നിങ്ങൾ തുടങ്ങുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതായത് രാവിലെ നമ്മൾ ഈ പാരണ വീടി ഏകാദശി നമ്മൾ അവിടെ അവസാനിപ്പിച്ചു. എന്നിട്ട് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? മഹാദ്വാദശി പുതിയ വ്രതമായിട്ട് എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഏകാദശി ആ പാരണ വീടാതിരിക്കും. ഏകാദശിക്ക് വളരെ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. 2 ദിവസവും കൂടെ അടുപ്പിച്ചിട്ട് ഒരേപോലെ ഉപവസിക്കരുത്. ഇനി അതല്ല, നിങ്ങൾ ആഹാരമൊക്കെ കഴിച്ചിട്ടാണ് ഇരിക്കുന്നതെങ്കിലും ഇതേ സമയം തന്നെ പാരണ വീടുക. പിറ്റേ ദിവസവും ഇതേ രീതിയിൽ തന്നെ വ്രതം മുമ്പോട്ട് പോവുക. പാരണ വീടാതെ ഇരിക്കരുതെന്നാണ് ഞാൻ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. പാരണ വീടിയിട്ട് വീണ്ടും നിങ്ങൾ എങ്ങനെയാണോ വ്രതം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് അതേ വ്രതത്തിൽ തന്നെ ഇരിക്കുക. ഉള്ളി, വെളുത്തുള്ളി മുതലായ സാധനങ്ങളൊന്നും നിങ്ങളുടെ ഭക്ഷ്യധാന്യത്തിൽ ഉൾപ്പെടുത്തരുത്. പാലും പഴങ്ങളുമൊക്കെ കഴിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ കരിക്കും വെള്ളവും പഴങ്ങളും കഴിക്കാം. അതല്ലേ കരിക്കും വെള്ളം മാത്രം ഉപയോഗിക്കാം. ഉച്ചയ്ക്ക് നിങ്ങൾക്ക് ഒരു പുഴുക്ക് വെച്ച് വേണമെങ്കിൽ കഴിക്കാം. അതല്ല ഉപവസിക്കാം. എങ്ങനെയാണെന്ന് നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കുക. ആ തീരുമാനത്തിനനുസരിച്ചിട്ട് നിങ്ങൾ പോവുക. ഈ 2 ദിവസവും ഒരേപോലെ വ്രതമെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പരമാവധി സമയം പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് 22-ാം തീയതി ദിവസം നിങ്ങൾ ആ പ്രതിഷ്ഠാ സമയത്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക. ഭഗവാനെ വിളക്ക് കത്തിച്ച് വെച്ച് നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക. പല ക്ഷേത്രങ്ങളിലും ആ സമയങ്ങളിൽ പൂജകളും വഴിപാടുകളും ഒക്കെയുണ്ട്. അങ്ങനെ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെയൊക്കെ പോയിരുന്ന് പ്രാർത്ഥിക്കുക. ഇനി ജോലിക്ക് പോകുന്ന ആളുകളാണെങ്കിൽ പോലും ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഐശ്വര്യമെന്ന് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഒരുപാട് പ്രാർത്ഥനകളും പൂജകളും ഉള്ള ഒരു സമയമാണ് അന്നത്തെ സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഫലം തീർച്ചയായിട്ടും നമുക്കുമുണ്ടാകും. പിന്നെ ഇത്തവണത്തെ മഹാദ്വാദശി കൂർമ്മ ദ്വാദശിയാണ്. കഴിഞ്ഞ തവണ മത്സ്യ ദ്വാദശിയായിരുന്നു നമ്മൾ ആ കഥ
കഥയൊക്കെ പറഞ്ഞിരുന്നു. അന്നേരമാണ് നമ്മൾ ദശാവതാരങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ ഇത്തവണത്തെ മഹാദ്വാദശിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് കൂർമ്മ ദ്വാദശിയാണ്. കൂർമാവതാരം എന്താണെന്നുള്ളതിൻ്റെ കഥ ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ നമ്മൾ ഒന്ന് താഴ്ന്നു പോകുമ്പോൾ എങ്ങനെയാണോ കൂർമ്മ രൂപത്തിൽ ഭഗവാൻ അവതരിച്ച മന്ദരപർവ്വതത്തെ ഉയർത്തിയത്, അതേപോലെ നമ്മളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഇരിക്കാൻ വേണ്ടി, എപ്പോഴും നമ്മളുടെ ഒരു അടുത്ത് നമ്മളെ സംരക്ഷിക്കുന്നവനായിട്ട്, അല്ലെങ്കിൽ നമുക്കൊരു ആശ്രയമായിട്ട് ഭഗവാൻ എപ്പോഴും നമ്മുടെ കൂടെ ഇരുന്നാൽ മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതിനുവേണ്ടി നമുക്ക് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അതിന് ഒരു വലിയ ഒരു ഉദാഹരണമുണ്ട്. എന്താണെന്നറിയാമോ? അതായത് കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ഈ കൗരവ പടകളെ മുഴുവൻ നശിപ്പിക്കുന്നു. അർജുനനാണ് അതിൻ്റെ യുദ്ധത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വില്ലാളി വീരനായിട്ട് നിന്ന് ആ യുദ്ധം തോൽപ്പിക്കുന്നത് അർജുനൻ്റെ സാമർഥ്യമാണ്. പക്ഷേ എന്ന് നമ്മൾ സാധാരണ മനുഷ്യർ കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല എന്ന് ബോധ്യപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. കാരണം അവിടെ അസ്ത്രം എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ആര് കൂടെ വരുന്നത്? തേര് തെളിക്കാനായിട്ട് തേരാളിയായിട്ട് ഭഗവാൻ വരുന്നത്. ഭഗവാൻ പക്ഷേ യാതൊരു വിധത്തിലുള്ള അസ്ത്രവും എടുക്കാതെ കൂടെ നിൽപ്പുണ്ട്. പക്ഷേ ഒരു സമയത്ത് അദ്ദേഹം സുദർശന ചക്രം എടുക്കുന്നുണ്ട്. ആ കഥ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളത് കമൻ്റ് ഇടൂ. അതല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം പറഞ്ഞു തരാം. നിങ്ങൾക്കത് കേൾക്കണമെങ്കിൽ നിങ്ങളത് കമൻ്റ് ഇട്ടാൽ മതി. ഏത് സാഹചര്യത്തിലാണ് ഭഗവാന് യുദ്ധസമയത്ത് ആയുധം എടുക്കേണ്ടി വന്നതെന്ന് അറിയാമേലെങ്കിൽ ഞാൻ ആ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ കമൻ്റ് ഇടൂ നിങ്ങൾക്ക് ആ കഥ കേൾക്കണമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. അങ്ങനെ യുദ്ധമെല്ലാം കഴിഞ്ഞു. പാണ്ഡവർ രാജ്യഭാരമൊക്കെ ഏറ്റെടുത്തു. അവർ രാജ്യമൊക്കെ ഭരിക്കുകയാണ്. അതിനുശേഷം കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഭഗവാന്റെ സ്വർഗാരോഹണം ഉണ്ടാകുന്നത്. ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞു എന്ന് മനസ്സിലാക്കിയ പാണ്ഡവർ ഇനി തങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിട്ട് കാര്യമില്ല, മാധവനും പോയി, ഇനിയിപ്പോൾ എന്തിനാണ് എന്നുള്ള നിലയിൽ വരുമ്പം ഇവർ അടുത്ത തലമുറയ്ക്ക് രാജ്യഭാരമെല്ലാം കൊടുത്തതിന് ശേഷം ഇവർ കാട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കാട്ടിൽ വെച്ചിട്ട് വേടന്മാർ പാണ്ഡവരെ ആക്രമിക്കുന്നു. അങ്ങനെ വേടന്മാർ ആക്രമിക്കുന്ന സമയത്ത് അർജുനൻ അവരുടെ നേരെ അമ്പെയ്യുകയാണ്. ആ അമ്പുകൾ, അർജുനൻ എയ്ത അമ്പുകൾ വേടന്മാർ ഒടിച്ചു കളഞ്ഞു. അതായത് ചുള്ളിക്കമ്പുകൾ ഒടിക്കുന്നത് പോലെ ഒടിച്ചു കളഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അർജുനൻ ആലോചിക്കുകയാണ്, ഇല്ലേ, അർജുനൻ്റെ ആ അത്ഭുത സിദ്ധിയുള്ള ആ വില്ലിൽ നിന്നും ഒരു അമ്പെയ്താൽ 1000 അമ്പായി മാറുന്ന ആ വില്ലൊക്കെയാണ് അർജുനൻ്റെ കയ്യിലുള്ളത്. അങ്ങനെ ഇത്രയും നാളും ഞാൻ ഇത്രയും വലിയ പരാക്രമി ആയിരുന്നു, ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ദേ ഈ നിസ്സാരന്മാരായ വേടന്മാർ എൻ്റെ അമ്പിനെ വെറും ചുള്ളിക്കമ്പ് പോലെ ഒടിച്ചു കളയുന്നത് എന്തു പറ്റിയെന്ന് ആലോചിച്ചപ്പോഴാണ് അവർക്ക് മനസ്സിലാകുന്നത് പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാൻ നാരായണൻ ഈ ഭൂമിയിൽ അവർക്ക് തുണയായി ഇല്ല എന്ന് മനസ്സിലായത്. ഭഗവാൻ പോയി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഭഗവാൻ ഇല്ലെങ്കിൽ വില്ലാളി വീരനായ അർജുനൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ നിസ്സാരമായ നമ്മളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കുക. അതുകൊണ്ടാണ് നിർബന്ധമായും ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും വഴിപാടുകളും മന്ത്രങ്ങളും ജപങ്ങളുമൊക്കെ നമ്മൾ ചെയ്യണമെന്ന് പറയുന്നത്. പരമാവധി സമയം ജപിക്കുക. ഏറ്റവും ദിവ്യമായ ആ മന്ത്രം, ഹരേരാമ മന്ത്രം നിങ്ങൾ ജപിക്കുക. എല്ലാവർക്കും ജപിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്, ഏറ്റവും ദിവ്യമായ മന്ത്രമാണ് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രം. ഒരു ഗുരു ഉപദേശവും വേണ്ട. നമ്മുടെ മുത്തശ്ശിമാരാണ് ഏറ്റവും വലിയ ഗുരു. ആ ഗുരു ഉപദേശിച്ച് തന്ന മന്ത്രമാണത്. എല്ലാവർക്കും ഏത് സമയത്തും ഏത് സാഹചര്യത്തിലും ജപിക്കാൻ പറ്റുന്ന ആ മന്ത്രം നമുക്ക് നിരന്തരം ഭജിക്കാം, ജപിക്കാം. പരമാവധി സമയങ്ങൾ ജപിക്കാം. ഏകാദശി വ്രതമൊന്നും നിർത്തരുത്. നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന ദിവസങ്ങളും എല്ലാം ഏകാദശി എടുക്കുക. കഴിഞ്ഞ ഏകാദശി എടുത്തില്ലെന്ന് കരുതി ഈ ഏകാദശി എടുക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു മാസത്തിൽ 2 ഏകാദശികളുണ്ട്. 2ഉം എടുക്കാൻ പറ്റുന്നെങ്കിൽ എടുക്കുക, അതല്ലെങ്കിൽ 1 എടുക്കുക. ഇനി ഏതെങ്കിലും സാഹചര്യത്തിൽ എടുക്കാൻ പറ്റത്തില്ലെങ്കിലും എല്ലാ പ്രത്യേകതയുള്ള ദിവസങ്ങളും ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോ കേട്ടിട്ട് അതാത് ദിവസങ്ങളിൽ അതാത് ദേവന്മാരെ പ്രാർത്ഥിക്കുകയെങ്കിലും വേണം. കാരണം എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഈശ്വരൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ നമുക്കിതൊന്നും മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്ന ബോധ്യത്തിൽ മുമ്പോട്ട് പോവുക. അതുകൊണ്ട് പരമാവധി സമയം പ്രാർത്ഥിക്കുക. വലിയ വലിയ പ്രത്യേകതയുള്ള ഏകാദശിയാണ് ഈ ഏകാദശി.
പൗഷ് മാസത്തിലെ പുത്രത ഏകാദശി. അതുകൊണ്ട് 20, 21, 22 ദിവസങ്ങൾ പൂർണ്ണമായ വ്രതത്തിൽ തന്നെ ഇരിക്കുക. 20-ാം തീയതി ഒരിക്കൽ ഉണ്ണുക, ഒരു നേരം അരി ഭക്ഷണം കഴിക്കുക, സന്ധ്യയ്ക്ക് മുമ്പ് നിങ്ങളുടെ ഭക്ഷണം അവസാനിപ്പിക്കുക. അതിനുശേഷം 21-ാം തീയതി പൂർണ്ണമായ വ്രതത്തിലിരിക്കുക. കാരണം ഞായറാഴ്ചയാണ്, നമുക്ക് ജോലിക്കൊന്നും പോകണ്ട. പിന്നെ നേഴ്സുമാർ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ജോലിക്ക് പോകേണ്ടി വരും. അവർ പഴവർഗ്ഗങ്ങളൊക്കെ കഴിച്ച് എന്ത് ചെയ്യുക, പരമാവധി സമയം പ്രാർത്ഥനയിലിരിക്കുക. നേഴ്സുമാരൊക്കെ ആണെങ്കിൽ അവർ രോഗികളോടൊക്കെ ഇച്ചിരൂടൊക്കെ കരുണയായിട്ട് അന്നത്തെ ദിവസം പെരുമാറുക. അങ്ങനെ നിങ്ങൾ ഭഗവാനിലേക്ക് അടുക്കുക. മാനവ സേവയാണ് ഏറ്റവും വലിയ മാധവ സേവ. അങ്ങനെ വിചാരിച്ച് മുമ്പോട്ട് പോവുക. 22-ാം തീയതി മഹാദ്വാദശിയാണ്. നമ്മളെല്ലാ വീഡിയോയിലും പറയുന്നതാണ്, മഹാദ്വാദശിക്ക് ഏകാദശിയോളം അല്ലെങ്കിൽ ഒരു പക്ഷേ ഏകാദശിയേക്കാൾ കൂടുതൽ പ്രാധാന്യമുണ്ട്. ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ദിവസമാണ് ഏകാദശി പോലെ തന്നെ മഹാദ്വാദശിയും. ആ ദിവസത്തിലും പൂർണ്ണമായ വ്രതത്തിലിരിക്കുക, തിങ്കളാഴ്ച ദിവസം. അതുപോലെ ഭഗവാന് എന്തെങ്കിലും പ്രസാദങ്ങൾ വെക്കാൻ പറ്റുന്നെങ്കിൽ പ്രസാദം വെക്കുക. നമ്മൾ പാരണ വീടുന്ന സമയം വീട്ടിലിരുന്നാണ് പാരണ വീടുന്നതെങ്കിൽ അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഭഗവാന് കിണ്ടിയിൽ അല്ലെങ്കിൽ ഒരു പാത്രത്തിൽ ജലം വെക്കാം. അതിനുശേഷം പഴവർഗ്ഗങ്ങളോ എന്തെങ്കിലും ഭഗവാന് വെച്ചിട്ട് നിങ്ങൾക്ക് പ്രാർത്ഥിച്ച് നമസ്കരിച്ചതിന് ശേഷം ആ കിണ്ടിയിലെ വെള്ളം ജലം തീർത്ഥമായി നിങ്ങൾക്ക് കുടിക്കാം. അതുപോലെ പഴങ്ങൾ എന്തെങ്കിലും വെക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കഴിച്ച് നിങ്ങളുടെ ആ ഏകാദശി അവസാനിപ്പിക്കാം. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾക്ക് പായസമൊക്കെ ഉണ്ടാക്കുന്നെങ്കിൽ അരിയിട്ടിട്ടുള്ള പായസങ്ങളൊന്നും വെക്കരുത്. പാൽപ്പായസമല്ല, ചൗവരി കൊണ്ടുള്ള പായസമാണ് നിങ്ങൾ ഉണ്ടാക്കി വെക്കേണ്ടത്. കാരണം അരി ഭക്ഷണം നമുക്ക് ഏകാദശി സമയങ്ങളിൽ നിഷിദ്ധമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ചെയ്യുക. 22-ാം തീയതിയിലെ പ്രാർത്ഥന മറക്കരുത്. 21-ാം തീയതിയും പരമാവധി സമയം പ്രാർത്ഥിക്കുക. പിന്നെ പ്രസാദം വെക്കുമ്പോൾ നിർബന്ധമായും ഒരു തുളസിയില അതിലിട്ടിട്ട് വെക്കുക. എന്നാൽ മാത്രമേ ഭഗവാൻ അത് സ്വീകാര്യമാവുകയുള്ളൂ. അപ്പോൾ 20-ാം തീയതി വൈകുന്നേരം വരെ നിങ്ങൾക്ക് തുളസി ഇലകൾ പറിക്കാം. 21ഉം 22ഉം പറിക്കരുത്. 22-ാം തീയതി കറക്റ്റ് സമയത്ത് തന്നെ പാരണ വീടുക. ആ പാരണ വീടുന്ന സമയത്ത് തുളസി ദേവിക്കും പാരണ വീട്ടിൽ കൊടുക്കുക. തുളസി ഇല പറിക്കേണ്ടുന്ന നാമം എന്താണ് എന്നുള്ള വീഡിയോയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കേട്ട് അതുപോലെ ചൊല്ലി നിങ്ങൾ തുളസി ഇലകൾ പറിക്കുക. ഇത്രയാണ് ചെയ്യേണ്ടത്. വേറെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ പറഞ്ഞു തരാം. അറിയാവുന്നതുപോലെയല്ലേ എനിക്ക് പറയാൻ പറ്റുകയുള്ളൂ. എല്ലാവരും പരമാവധി സമയം പ്രാർത്ഥിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് ക്ഷമിക്കാൻ ഭഗവാനോട് പറയുക. പ്രാർത്ഥനയ്ക്ക് മുമ്പ് വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുക. ഇത്തവണത്തെ ഏകാദശിക്ക് അമ്മ മഹാലക്ഷ്മിക്കും വളരെ വളരെ പ്രത്യേകതയുണ്ട്. രണ്ടുപേരുടെയും ഐശ്വര്യവും അവരുടെ അനുഗ്രഹവും കിട്ടുന്ന ഒരു ഏകാദശിയാണ് ഇത്. അതുപോലെ പൗർണമി വരെ ശാകംഭരി ദേവിയെയും കൂടെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. അക്കാര്യം മറക്കരുത്. അന്നമാണ് ഏറ്റവും പ്രധാനം. അതോർത്ത് ശാകംഭരി ദേവിയെയും കൂടെ പ്രാർത്ഥിക്കുക. പൗർണമി ദിവസം വരെ 25-ാം തീയതി. ബാക്കി ദിവസങ്ങളും പ്രാർത്ഥിക്കാം. എന്നാലും ആ ഉത്സവം നടക്കുന്നത് 25-ാം തീയതി വരെയാണ്. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. പിന്നെ ചൊവ്വാഴ്ച ദിവസം ത്രയോദശിയാണ്, പ്രദോഷമാണ്. അത് നമുക്ക് വേറൊരു വീഡിയോ ഇടാം. അതെങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. എങ്കിലും അറിയാൻ മേലാത്തവർക്ക് വേണ്ടി ഒന്നും കൂടി ഒരു വീഡിയോ ഇടാം. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ചെയ്യണം. നിർബന്ധമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും പ്രാർത്ഥനയിൽ മുഴുകി തന്നെ ഇരിക്കണം. അതിൽ യാതൊരു വിട്ടുവീഴ്ചയും വരുത്തരുത്. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. പിന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമൻറ്റ് ഇടുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. ആർക്കെങ്കിലുമൊക്കെ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആർക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.